ഹലോ സുഹൃത്തുക്കളെ, സമീർ ബാബു പുല്ലങ്കോട് കാളികാവ് നിന്നാണ്. പിന്നെ ഇന്ന് ഇൻഡിക്കേറ്റർ മാറ്റണം എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ച ഒരാൾ വിളിച്ചിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞത്. ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം മാത്രം വർക്ക് ചെയ്യാത്ത ഇൻഡിക്കേറ്ററാണെങ്കിൽ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ മോണിറ്ററിൽ ഡിസ്പ്ലേയിൽ കാണിക്കൂല, രണ്ട് ഇൻഡിക്കേറ്ററും കത്തൂല. അങ്ങനെയാണെങ്കിൽ സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ആയിരിക്കാം. അപ്പോൾ സ്വിച്ച് റീപ്ലേസ് ചെയ്യാൻ സ്വിച്ച് നമുക്ക് ലോക്കൽ മാർക്കറ്റിൽ കിട്ടും. അത് നമ്മളടുത്തുള്ള ഇലക്ട്രിക് സ്കൂട്ടിൻ്റെ വർക്ക്ഷോപ്പ്, സ്കൂട്ടിൻ്റെ ഷോറൂമിലോ അല്ലെങ്കിൽ ഈ സ്വിച്ച് അയച്ചുകൊണ്ടുപോയി അതുപോലെ ഒരു സ്വിച്ച് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. 80 ഉറുപ്പ്യേ അതിന് വില. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് അയക്കണ രീതി, ഒരു സ്ക്രൂ ഡ്രൈവർ ഫ്ലാറ്റ് മാത്രം മതി. ഇനി അതല്ലെങ്കിൽ ഒരു ചെറിയൊരു കത്തിയോ കൂർപ്പിലെ കത്തിയോ എന്തായാലും മതി. ഇതുപോലെ ഒരു ഫ്ലാറ്റ് മതി. എന്നിട്ട് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഞെട്ടും പൊട്ടൊന്നുമില്ല, സ്ക്രൂ ഒന്നുമില്ല. ഇതിങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ കിട്ടി, കണ്ടോ. എന്നിട്ട് ഈ ഒരു ക്ലിപ്പ് ഇവിടുന്ന് ഊരുക. ഇപ്പോൾ ഇൻഡിക്കേറ്റർ നമ്മുടെ കയ്യിലാണ്, ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച്. എന്നിട്ട് ഇത് കൊണ്ടുപോയി ഇതേപോലത്തെ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഏതൊരു സ്പെയർ പാർട്സിൻ്റെ കടയിൽ നിന്നും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാനൊരു സ്വിച്ച് വാങ്ങിയത്, ഞാനിപ്പോൾ അതൊരു സ്വിച്ച് വാങ്ങി, ഇത് പുതിയ സ്വിച്ചാണ്. ഇത് ഞാൻ വാങ്ങിയത് EV സ്കൂട്ടികൾ വിൽക്കുന്ന ഷോറൂമിൽ, അവിടെ സർവീസ് സ്പെയറിൽ കിട്ടിയാണ്. അപ്പോൾ അതിന് 80 രൂപയാണ് ആയത്. ഓക്കെ, 50 രൂപ. ഇനി ഇത് കണക്ട് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിങ്ങനെ കറക്റ്റ് വെച്ചിട്ട് ഇപ്പോൾ കണക്ട് ചെയ്തു. ഇനി ഇത് വെറുതെ ഇതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാൽ മതി. കാരണം ഇതിൻ്റെ ഇവിടെ ഒരു പ്രസ്സിങ് ആണ്, ക്ലിപ്പാണ്. ഇവിടെ കണ്ടോ, ഇതൊരു പ്രസ്സിങ് ആണ്. അത് വെറുതെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് അമർത്തി കഴിഞ്ഞാൽ അത് സെറ്റായി. ഓക്കെ, ഇനി നമ്മൾ ചാവിട്ട് ഓണാക്കി നോക്കുക. ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യണ്ടോ നോക്കാം. ഓണായി. ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് ഇടുകയാണ്, ലെഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. റൈറ്റ് ഇടുകയാണ്, റൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് മാറ്റാൻ ഇത്ര പണിയുള്ളൂ. ഓക്കെ, ഇതിനായിട്ട് ചില ഷോറൂമുകളൊക്കെ കുറേ ദൂരമായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് അത്രയും ദൂരം ഓടി പോകണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. ഈ ഒരു സ്വിച്ച് ഏതൊരു ലോക്കൽ വർക്ക്ഷോപ്പിലും കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി കിട്ടിയില്ലെങ്കിൽ എന്തായാലും EV ഇലക്ട്രിക് സ്കൂട്ടികൾ വിൽക്കുന്ന ഷോറൂമിൽ സ്പെയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. 80 രൂപ മാത്രമേ ഉള്ളൂ. ചിലയിടത്ത് 70 ആയിരിക്കാം, പക്ഷേ ഞാൻ 80 രൂപക്കാണ് വാങ്ങിയത്. ചില സ്ഥലത്ത് 100 രൂപ ആകാം. റേറ്റ് നിങ്ങൾ കാര്യമാക്കണം. റേറ്റ് പല സ്ഥലത്തും അതേ രീതിയിലായിരിക്കും. എന്തായാലും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, താങ്ക് യു.